രാജസ്ഥാനിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ടാണെങ്കിൽ വെറും 15,000 രൂപയ്ക്ക് 7 ദിവസം പോയ ആ ഒരു ട്രിപ്പിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസാണ് ഗൈസ് നമ്മളിപ്പോൾ കൺസൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ ജയ്പൂരിലോട്ട് പോകുന്നു. ജയ്പൂരിൽ ഒരു 2 ഡേയ്സ്, അതിനുശേഷം ജോധ്പൂരിലോട്ട് പോകുന്നു. അവിടെ നിന്ന് ബസ് പിടിച്ച് അവിടെ ഒരു 2 ഡേയ്സ്, അതിനുശേഷം ജയ്സൽമേറിൽ പോകുന്നു, അവിടെ ഒരു 2 ഡേയ്സ്. അപ്പോൾ അങ്ങനെയാണ് ടോട്ടലായിട്ട് ഒരു 6 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഈ ഒരു 7 ഡേയ്സ്, ഓവറോൾ 7 ഡേയ്സിൻ്റെ ഒരു എക്സ്പെൻസ് വന്നിട്ട് 15,000 അകത്ത് മാത്രമേ ആയിട്ടുള്ളൂ. അതിൽ 10,000 റുപ്പീസും അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ജയ്പൂർ വരയ്ക്കും ഫ്ലൈറ്റിലാണ് പോയത്. അതിനുശേഷം എല്ലാം വന്നിട്ട് വീണ്ടും ലോക്കലായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും ഫുഡൊക്കെ ആണെങ്കിൽ മാക്സിമം സ്ട്രീറ്റ് ഫുഡൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ മിഗ്ദാദ്, അതായത് ഞാൻ തന്നെയാണ്, പിന്നെ മുഹമ്മദ് റാഫി, ഷാലിത്തമ്പി, ജസ്റ്റിൻ, അരുൺ, വൈശാഖ്, VR, അജിത്ത്, എല്ലാവരും പോണ്ടിച്ചേരിയിലെ ജിപ്മർ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സുകളാണ്. അപ്പോൾ രാജസ്ഥാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനമാണ്. നമ്മൾ 1 ടൈം എങ്കിലും അത് വിസിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞാനിവിടെ വായിക്കുന്നത്. ഇപ്പോൾ ജയ്പൂരിലാണെങ്കിൽ മെയിനായിട്ടുള്ള ആകർഷണം പിങ്ക് സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആംബർ ഫോർട്ട്, ഹവാ മഹൽ, സിറ്റി പാലസ്, ജന്തർ മന്ദർ, ആൽബർട്ട് ഹാൾ മ്യൂസിയം, ഷോക്കി ദാനി, ഇതാണ് മെയിനായിട്ടും ജയ്പൂരിൽ കാണാനുള്ളത്. എല്ലാ കോട്ടകളും ഒരേപോലെയാണ് ഇരിക്കുന്നത്. എല്ലാ കോട്ടകളും മാക്സിമം നമ്മുടെ വീഡിയോ സീരീസിൽ ഓൾറെഡി നേഴ്സ് ബ്ലോഗർ മിക്കൂറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോധ്പൂരിൽ വന്ന് ബ്ലൂ സിറ്റിയാണ് അറിയപ്പെടുന്നത്. മെഹ്റാങ്കൺ ഫോർട്ട്, അവിടെ നമ്മൾ പോയിട്ടുണ്ട്. ഉമൈദ് ഭവാൻ പാലസ്, ജസ്വന്ത് ധാഡ, മാൻഡ്രോവ് ഗാർഡൻ, എല്ലാം അടുത്തടുത്ത് തന്നെയാണുള്ളത്. അതിനുശേഷം വന്നിട്ട് ഉദയ്പൂരാണ്. ഉദയ്പൂരിൽ വന്നിട്ട് സിറ്റി ഓഫ് ലേക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആകർഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിറ്റി പാലസ്, ലേക്ക് പിച്ചോള ബോട്ടിങ്, ജഗ് മന്ദിർ, സഹിയോളം കി ബാരി, ബഗോർ കി ഹവേലി. പിന്നെ വന്നിട്ട് ജയ്സൽമേർ. ജയ്സൽമേറിൽ മസ്റ്റായിട്ട് നമ്മൾ അവിടെയാണ് ഇപ്പോഴത്തെ റീസെൻ്റായിട്ടുള്ള യുദ്ധം നടന്ന സമയത്തുള്ള കുറേ ഇഷ്യൂസൊക്കെ നടന്നത്. അവിടെയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഒട്ടക സവാരിയും ജീപ്പ് റൈഡും ടെൻറ്റും എല്ലാ സംഭവവും നമുക്ക് ജയ്സൽമേറിലാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പോൾ ജയ്സൽമേറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോധ്പൂരിൽ നിന്നാണ് ഏകദേശം 5 മണിക്കൂറിലധികം ബസ് യാത്ര ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 6-7 മണിക്കൂർ അവർ മാക്സിമം ഡിലേ ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ടും ലോക്കൽ ട്രാൻസ്പോർട്ടേഷനാണ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് കേസ്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള വീഡിയോസുകൾ വന്നിട്ട് നേഴ്സ് ബ്ലോഗർ മിക്കൂറോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ മൗണ്ട് അബു, ദിൽവാര ടെമ്പിൾസ്, അങ്ങനെ കുറേ ടെമ്പിൾസും, പുഷ്കർ ലേക്ക്, ബ്രഹ്മ ടെമ്പിൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓവറോൾ വീഡിയോസ് നമ്മുടെ പേജസിൽ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിക്കും സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാദ് മിക്കൂറോക്ക്. ബൈ 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 ബൈ.